ബ്ലാക്ക് ബാഗ് ഈ സിനിമ കുറച്ച് നേരത്തെ കണ്ടതായിരുന്നു എന്ന് എനിക്ക് തോന്നി. കാരണം കുറച്ച് ദിവസങ്ങളായിട്ട് ഈ സാധനം എൻ്റെ ഒരു വിഷ് ലിസ്റ്റിലുണ്ട്. പക്ഷേ ഇന്നാണത് കാണാൻ തോന്നിയത്. കുറേ ആളുകൾ ഇതിൻ്റെ റിവ്യൂ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ കുറേ പേജുകൾ ഇത് കണ്ടിട്ടുണ്ട്, ഇൻസ്റ്റയിലൊക്കെ കണ്ടിട്ടുണ്ട്. ആക്ച്വലി ഇതൊരു സ്പൈ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് ബാഗ് എന്ന് പറയുന്ന ഏജൻസി റിലേറ്റ് ചെയ്തിട്ടുള്ള അങ്ങനത്തെ ഒരു സിനിമയാണ്. ഈ പറയുന്ന സ്പൈ വേഴ്സൊക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള സാധനമാണ്. പക്ഷേ ഈ ഒരു സിനിമയുടെ പ്രത്യേകത ആക്ഷൻ സീക്വൻസ് ഇല്ല എന്നുള്ളതാണ്. ഒരൊറ്റ ആക്ഷൻ സീക്വൻസ് ഇല്ല. ഭയങ്കര സ്റ്റോറി മോഡിൽ പോകുന്ന, എന്നാൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമ്മൾ അടുത്തത് എന്ത് സംഭവിക്കും എന്ന് ഇങ്ങനെ വിചാരിച്ചിരുന്ന് കാണുന്ന ചില സിനിമകളുണ്ടല്ലോ, അങ്ങനെ പോകുന്നൊരു കിടിലൻ സിനിമയാണിത്. ഇതിനകത്ത് ആക്ച്വലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ബ്ലാക്ക് ബാഗ് അവിടെ വർക്ക് ചെയ്യുന്ന നായകനും നായികയും അവർ കപ്പിൾസാണ്. അപ്പം അവർക്കിടയിൽ ഉണ്ടാകുന്ന പ്രശ്നം, അല്ലെങ്കിൽ ഇതിൽ ഈ ഭാര്യയുടെ ക്യാരക്ടർ ഒരു സ്പൈ ആണെന്ന് തോന്നുന്നതും പിന്നെ അതിന് പുറകെ പോകുന്നതും, ഈ ഭയങ്കര ദേശസ്നേഹിയായിട്ടുള്ള നായകൻ ഈ ഭാര്യയെ ചൂസ് ചെയ്യുമോ നാടിനെ ചൂസ് ചെയ്യുമോ എന്നുള്ളൊരു കൺഫ്യൂഷൻ വരുന്നതും, പുള്ളി ഇപ്പം ഭാര്യയുടെ കൂടെ കൂടുതൽ നാടിനെയൊക്കെ പോകാൻ പറ എന്നുള്ള രീതിയിൽ പോകുന്നതും, പിന്നെ ഒരു സാധനം ഇവർ സ്റ്റോറി ഡെവലപ്പ് ചെയ്തുകൊണ്ടിരുന്നത് എങ്ങനെയാണ്, ഇതിനകത്ത് ആരെയാണ് ചതിക്കുന്നതെന്ന് നമുക്ക് ഇങ്ങനെ കൺഫ്യൂഷൻ ആകും കുറച്ച് സമയം കഴിയുമ്പോൾ. ഇപ്പം ഇവർ തമ്മിൽ ചതിക്കുകയാണ്, ഇനി വേറെ ആരെങ്കിലും ആണ് ഇവരെ ചതിക്കുന്നത്, അങ്ങനെ കുറേ സാധനങ്ങൾ കൺഫ്യൂസിങ് ആയിട്ട് കൊണ്ടുപോകുന്നു. ഈ സ്റ്റോറി ഡെവലപ്പ് ചെയ്തുകൊണ്ടിരുന്നതും അവർ തമ്മിലുള്ളൊരു ട്രസ്റ്റ് ലെവലും അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ കാണിച്ച് ഭയങ്കര കൂളായിട്ട് കൊണ്ടുപോയിട്ട് ഒരു നൈസ് എൻഡിങ്ങിൽ വരെയാണ്. ഫൈറ്റ് സീക്വൻസ് ഇല്ല, അങ്ങനത്തെ ഒരു സിനിമയാണിത്. ഈ പറയുന്ന ഇന്നർ പൊളിറ്റിക്സ് സംസാരിക്കുക, അങ്ങനെ സ്ട്രാറ്റജി വെച്ചിട്ട് കളിക്കുക എന്നൊക്കെ നമ്മൾ പറയില്ല, അങ്ങനെ പോകുന്നൊരു സാധനം. ഇവരുടെ ആ ഒരു കോണ്ടാക്ട്സും ഹോൾഡിങ്ങും ഒക്കെ വെച്ചിട്ട് ഇവരുടെ പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്യുന്നതൊക്കെ ഒരു രസമാണ് അത് കാണിച്ചു പോകുന്നത്. ആദ്യത്തെ ഒരു 10 മിനിറ്റ് നമുക്കിങ്ങനെ ഓക്കെ കൊള്ളായിരിക്കുമോ എന്ന് തോന്നും. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഒരു സമയം കഴിയുമ്പോൾ ഈ സാധനം ഇങ്ങനെ കയറി വരും. പിന്നെ അങ്ങോട്ടൊരു പോക്കാണ് സിനിമ. ഒരു ലെവൽ കഴിഞ്ഞാൽ പിന്നെ സിനിമ നമ്മളിങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അടുത്ത് എന്ത് സംഭവിക്കും നമുക്ക് തന്നെ ഒരു ക്യൂരിയോസിറ്റിയാണ്. അങ്ങനെ പോകുന്നൊരു കിടിലൻ സിനിമയാണ് ബ്ലാക്ക് ബാഗ്. നിങ്ങൾ മിസ് ചെയ്യാണ്ട് കാണണമെന്ന് ഞാൻ ഉറപ്പായിട്ടും പറയുന്ന ഒരു സിനിമയായിരിക്കും. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ഈ ഏജൻസി റിലേറ്റഡ് ആയിട്ടുള്ള സിനിമകളൊക്കെ, ഇന്നർ പൊളിറ്റിക്സ് സംസാരിക്കുന്ന സിനിമകളൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ സിനിമ ഇഷ്ടപ്പെടും. സിനിമയുടെ പേര് ബ്ലാക്ക് ബാഗ്.